ബ്യൂട്ടിഫുൾ സോൾസ്. ഇത് ഇന്ന് വാങ്ങിയൊരു കുഞ്ഞൻ ലൈറ്റാണ് കേട്ടോ. ഈ പുസ്തകത്തിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നൈറ്റൊക്കെ ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ഈ സംഗതിയുടെ എന്താ പറയുക, വാങ്ങണം എന്ന് പറഞ്ഞ തോട്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ മുകളിലായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രി നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേക്കാം. ഇതാണ് എൻ്റെ പൊതുവേ ഉള്ള ശീലം. അപ്പോൾ ആരുടെങ്കിലും കൂടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, അവർക്ക് ശല്യമാവില്ലേ റൂമിൽ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വായിക്കലാണ് വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഇവർ എഴുന്നേറ്റ് വരുന്നവരെ. അങ്ങനെ ഒരിക്കൽ അതുമാതിരി പെട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ എന്തായാലും ഇങ്ങനൊരു സംഗതി വാങ്ങണം, ആർക്കും ശല്യമില്ലാണ്ട് ഇത് വായിക്കാമല്ലോ രാത്രിയാണെങ്കിലും എന്നുള്ളത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴേ ഇതെൻ്റെ ഒരു ഭയങ്കര കുറേ കാലമായിട്ടുള്ളൊരു ശീലമാണ്. ഒരു ബാക്ക് പാക്ക് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു മൗണ്ടനയറിങ്ങിന് പോകാൻ പറ്റുന്ന അത്രയും സാധനങ്ങളുണ്ടാവും. അത് മാത്രമല്ല, എൻ്റെ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ബാഗ് ആയിരിക്കും. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു 100 ബാഗെങ്കിലും മാറ്റിയിട്ടാണ് അവസാനം ഒരു ബാഗ് ഫിക്സ് ചെയ്യുക. സാധനങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുപോകാന്നുള്ളതൊരു ശീലമാണ്. ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഗതി, ഇത്തരം ഒരു സ്വഭാവം മനുഷ്യർക്ക് വരാനുള്ളതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ സംഗതികൾ, അതായത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കയ്യിലില്ലാതെ വിട്ടുപോകുന്ന അവസ്ഥ. 2, ഇത്തരക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊരു സംഗതി ഇല്ല, ഓക്കെ എൻ്റെ കയ്യിലുണ്ടാവും എന്നുള്ള ഒരു ഇവർ ആയിരിക്കും ആ ഗ്യാങ്ങിൽ എന്ത് ചോദിച്ചാലും കിട്ടാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഏറെക്കുറെ ആ ഒരു സംഗതി എൻ്റെ ലൈഫിൽ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഹിമാലയൻ ബാഗിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ഇത്തിരി അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.